അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കണ്ണേറും അസൂയക്കണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ണേറും അസൂയക്കണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കണ്ണേറ് എന്ന് പറയുന്നത് അഭൗതികമാണ്. അതായത് കണ്ണേറ് എങ്ങനെ സംഭവിക്കും എന്ന് ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയൂല. നേരെ മറിച്ച് അസൂയക്കണ്ണ് ഭൗതികമാണ്. അസൂയ ഒരാളുടെ അനുഗ്രഹത്തിൽ ഒരാൾക്ക് അസൂയ തോന്നിക്കഴിഞ്ഞാൽ അവൻ ആ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. ഒന്നുകിൽ രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ ആ വ്യക്തിക്ക് ശല്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ കൊട്ടേഷൻ അയച്ചിട്ട് ആ വ്യക്തിക്ക് ശല്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ പോലീസിനെ വിട്ടിട്ട് ആ വ്യക്തിക്ക് ശല്യം ഉണ്ടാക്കും. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനോട് അസൂയാലുവിൻ്റെ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തരുന്നത്. എന്നാൽ കണ്ണേറ് എന്ന് പറയുന്നത് അദൃശ്യമായ നിലയിൽ ദ്രോഹിക്കലാണ്. അത് എങ്ങനെ ദ്രോഹിക്കുമെന്ന് ഒരാൾക്കും വിശദീകരിച്ചു കൊടുക്കാൻ കഴിയൂല. അപ്പോൾ അദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന് ദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും ചെയ്യാനുള്ള കഴിവേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വൈൻ അംസസ്ക അല്ലാഹു ബിളുരിൻ, അള്ളാഹു താങ്കളെ ഒരു ദ്രോഹം അനുഭവിപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു, ആ ദ്രോഹത്തെ നീക്കം ചെയ്യുന്ന ഒരു ശക്തിയുമില്ല ഇല്ലാ ഹുവ, അവനല്ലാതെ. അപ്പോൾ അള്ളാഹു നമുക്ക് അദൃശ്യമായി വരുത്തി വെച്ച ദ്രോഹം നീക്കം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. വൈയുരിദിക ബി ഖൈരിൻ, മറിച്ച് അള്ളാഹു ഒരു നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിലോ ഫലാ റാദ്ദ ലി ഫളിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഇതാണ് സൂറത്ത് യൂനുസ് 107 വചനത്തിൽ അള്ളാഹു അരുളിയത്. ഇതേ പ്രകാരം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, അള്ളാഹുവെ നീ നൽകിയതിനെ തടയുന്ന ഒരു ശക്തിയുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്ന ഒരു ശക്തിയുമില്ല. അപ്പോൾ അദൃശ്യമായ നിലയിൽ ഖൈറ് നൽകാനും ഷെറ് നൽകാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അത് സൃഷ്ടികൾക്ക് കഴിയും. കണ്ണേറ് അദൃശ്യമായ നിലയിൽ മനുഷ്യനെ ദ്രോഹിക്കലാണ്. അതിന് അള്ളാഹു ഒരാൾക്കും കഴിവ് കൊടുത്തിട്ടില്ല. അത്തരം വിശ്വാസങ്ങൾ ശിർക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു നിലക്കും അതിൽ ശിർക്ക് വരും. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഷെറുകളും ഖൈറുകളൊക്കെ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതാണ്. അത് കണ്ണേറ് കൊണ്ടാണ് എന്ന് പറയൽ, കണ്ണേറുകാരൻ്റെ കഴിവാണ് എന്ന് പറയൽ, അത് അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കലാണ്. അത് ശിർക്കാണ്. അള്ളാഹുവിൽ പങ്കുകാരനെ ഉണ്ടാക്കലാണ്. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കുല്ലൻ യുസൈബുന, കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കണം, ലൻ യുസൈബുന, ഒരിക്കലും ഞങ്ങളെ സംഭവിക്കുന്നതല്ല, ഞങ്ങൾക്ക് സംഭവിക്കുന്നതല്ല, ഒരു അപകടവും സംഭവിക്കുന്നതല്ല, ഇല്ലാ മാ കതബല്ലാഹു ലന, അള്ളാഹു ഞങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയതല്ലാതെ. സൂറത്ത് തൗബ 51 വചനമാണിത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ബോധക്ഷയമോ വീഴ്ചയോ സംഭവിക്കുന്ന പക്ഷം അത് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതാണ്. അത് കണ്ണേറുകാരൻ്റെ കണ്ണുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതുപോലെ സൂറത്ത് ഹദീദ് 22 വചനത്തിലും അക്കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കുന്നില്ല. വലാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, അതൊരു ഗ്രന്ഥത്തിലുള്ളതായിട്ടല്ലാതെ, ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതായിട്ടല്ലാതെ നിങ്ങൾക്കൊരു അപകടവും ഭൂമിയിൽ സംഭവിക്കൂല. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അതിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വരുന്ന
നന്മകളും തിന്മകളൊക്കെ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് ബോധം കെട്ട് വീഴലും ഒക്കെ. അല്ലാതെ കണ്ണേറുകാരൻ്റെ കണ്ണേറ് കൊണ്ടല്ല, അത് അള്ളാഹു മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്. അവന് ഇന്ന പ്രായത്തിൽ ഇന്ന നിലക്ക് വീഴണം എന്നൊക്കെ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇന്ന ദാലിക അലല്ലാഹ് മിൻ ഖബ്ലി അൻ നബ്റഅഹ, അതിനെ പടക്കുന്നതിന് മുമ്പ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി കണ്ണേറുകാരന് ഒരു വ്യക്തിയെയും ദ്രോഹിക്കാൻ കഴിയൂല എന്നാണ് ആര് പറയുന്നത്? ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. ഇന്നല്ലദീ മിനൽ ലററി ബിൽ ആദത്തി, സാധാരണയായി സംഭവിക്കാറുള്ള ദ്രോഹങ്ങൾ, നാളിരി, ഒരാൾ നോക്കുന്ന നോട്ടം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുണ്ടല്ലോ, ഇന്നമാഹു ബി ഖദറില്ല, അത് നോട്ടം കൊണ്ട് സംഭവിച്ചതല്ല, അത് അള്ളാഹു അവനെ മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. ലാ ബി ഷൈഇൻ യദുസുഹു, ഒരാളുടെ നോട്ടം കൊണ്ട് ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. അന്നാളിറു ഫിൽ മൻളൂരി, നോക്കുന്ന ആൾ, നോക്കപ്പെടുന്ന വ്യക്തിയിൽ ഒരാൾ നോക്കിയത് കൊണ്ട്, ഒരാളുടെ കണ്ണേറ് കൊണ്ട് ഒരാൾക്കൊരു അപകടവും സംഭവിപ്പിക്കാൻ സാധ്യമല്ല. അതൊക്കെ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതാണ് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഫത്ഹുൽ ബാരി 13-ാം വാല്യം 113-ാം പേജിലും വിശദീകരിക്കുന്നു. ഖുർആനനുസരിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇമാം നവവിയും പറഞ്ഞ അപ്രകാരം തന്നെയാണ്. ഇമാം നവവി പറഞ്ഞു, ഇന്നൽ അഷ്യാ കുല്ലാ, തീർച്ചയായും എല്ലാ വസ്തുക്കളും ബി ഖദറില്ലാഹി തആല, എല്ലാ വസ്തുക്കളും, ഈ ദുനിയാവിൽ ഉള്ള എല്ലാ വസ്തുക്കളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം മാത്രമാകുന്നു. വലാ തഖഉ ബിഹസ്മി മാ ഖദ്ദറഹുല്ലാഹ്, അള്ളാഹു കണക്കാക്കിയതനുസരിച്ചല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കൂല. ഫലാ തഖഉ ലററുൽ ഐനി, ഒരു കണ്ണിൻ്റെ ദ്രോഹം കൊണ്ട് ഒരാൾക്ക് ഒരു അപകടവും വരുത്താൻ കഴിയൂല. നോട്ടം കൊണ്ട്, കണ്ണേറ് കൊണ്ട് ഒരാളെയും ദ്രോഹിക്കാൻ കഴിയൂല എന്നാണ് ശറഹ് മുസ്ലിം 7-ാം വാല്യം 429-ാം പേജിലും ഇമാം നവവിയും റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയുന്നത്. ഇനി ഒരു ഹദീസുണ്ട് ആ വിഷയത്തിൽ. ആ ഹദീസ് വളരെ പോക്കാണ്. വിശുദ്ധ ഖുർആൻ 7ഓളം, അര ഡസനോളം വചനങ്ങൾക്കെതിരാണ്. വലൗകാന ഷൈഉൻ സാബിഖൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദാ ഖദറിനെ മുൻകടക്കുന്ന വല്ലതും ഉണ്ടായിരുന്നു, തോൽപ്പിക്കുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്നർത്ഥം. സബഖത്തുൽ ഐനു, കണ്ണതിനെ മുൻകടക്കുമായിരുന്നു. അപ്പം കണ്ണേറ് അള്ളാഹുവെ മുൻകടക്കും എന്നാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ സ്വർഗത്ത് കിടക്കൂല, അതാണ് പറയുന്നത്. ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കളെ ചീത്ത പറയുന്ന ആൾക്കാർ സ്വർഗത്ത് കിടക്കൂല. വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരും സ്വർഗത്ത് കിടക്കൂല. സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും സ്വർഗത്ത് കിടക്കൂല എന്നർത്ഥം. വലാ മുക്കദ്ദിബുൻ ബിഖദറിൻ, അള്ളാഹുവിൻ്റെ ഖദറിനെ കളവാക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മറ്റുള്ള ഔലിയാക്കന്മാർക്ക്, ഇപ്പോൾ സമസ്തക്കാർക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. അവർ CM മടവൂരിന് അള്ളാഹിനെക്കാളും കഴിവുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ. വലാ മുഅ്മിനും ബി ഖദറിൻ, വലാ മുക്കദ്ദിബുൻ ബി ഖദറിൻ, അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കുന്ന ആൾക്കാർക്കും സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. അപ്പോൾ വലൗകാന ഷൈഉൻ സാബിഖൽ ഖദരി, വലൗകാന ഷൈഉൻ സാബഖൽ ഖദറ, ഖദറിനെ നിഷേധിക്കുന്ന, മുൻകടക്കുന്ന വല്ലതും ഉണ്ടായിരുന്നു, വല്ല വസ്തുവും ഉണ്ടായിരുന്നുവെങ്കിൽ സബഖത്തുൽ ഐനു, കണ്ണതിനെ മുൻകടക്കുമായിരുന്നു, കണ്ണേറ് അതിനെ മുൻകടക്കുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അര ഡസനോളം ഖുർആൻ വചനങ്ങൾക്കെതിരാണ്. കാരണം എന്താ, അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ മുൻകടക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന ഖുർആൻ അര ഡസനോളം വചനങ്ങളിൽ പറയുന്ന ഒരു ഒറ്റ വചനം മാത്രം ഞാൻ ഉദ്ധരിക്കുന്നത്. വലാ യഹ്സബന്നല്ലദീന കഫറു സബഖു,
നിഷേധികളായ ആളുകൾ വിചാരിക്കേണ്ടതില്ല സബക്കു അവർ മുൻകടന്ന് കളയാമെന്ന്, അള്ളാഹുവിനെ മുൻകടക്കാമെന്ന് ഒരു നിഷേധിയും വിചാരിക്കേണ്ടതില്ല. ഇന്നഹും ലാ യുൽജിസൂൻ, നിശ്ചയമായും അവർ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. അപ്പം അള്ളാഹുവിനെയോ അവൻ്റെ ഖദറിനെയോ പരാജയപ്പെടുത്താൻ മുൻകടക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് സൂറത്ത് അൻഫാൽ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു നിസ്സംശയം പറഞ്ഞാണ്. അതുപോലെ ഈ കണ്ണേറ് പോലെയുള്ള വിശ്വാസങ്ങൾ ആരിൽ നിന്നുണ്ടാകുന്ന ഹൈന്ദവ വിശ്വാസമാണത്. കണ്ണേറ്, ആഭിചാര ദോഷം, പിന്നെ ദൃഷ്ടിദോഷം എന്നാണ് ഹിന്ദുക്കൾ പറയാം കണ്ണേറ് സംബന്ധിച്ച്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞത് എൻ്റെ മൗലൂദ് ഓതിയാൽ കണ്ണേറ് ഇല്ലാതാവുന്ന. എന്നാൽ ഹിന്ദുക്കൾ പറഞ്ഞത് വലംബരി ശംഖ് സൂക്ഷിച്ചു വെച്ചാൽ കണ്ണേറിന് രക്ഷ കിട്ടുന്ന. കണ്ണേറിന് മാത്രമല്ല ആഭിചാര ദോഷം, സീറിൻ്റെ ദോഷത്തിലുള്ളത്. അപ്പോൾ സീറുകളുടെ വിശ്വാസം ആഭിചാരത്തിലുള്ള വിശ്വാസമൊക്കെ ഹിന്ദുക്കളെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂദാവൂദ് ധരിച്ച ഹദീസുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. വിശ്വാസത്തിലോ ആചാരങ്ങളിലോ വല്ലവനും അന്യ സമുദായങ്ങളെ സാദൃശ്യപ്പെട്ടു വന്നാൽ, അന്യ സമുദായങ്ങളോട് ഒപ്പിച്ചു വന്നാൽ ഫഹുവ മിൻഹും, അത്തരക്കാർ അവരിൽപ്പെട്ടവരാ, ഇസ്ലാമെന്ന് പുറത്താ. ഇനി കണ്ണേറ് സത്യമാണെങ്കിൽ താജ്മഹൽ ഉണ്ടാകാൻ പാടില്ല. ലോകത്തെ ഏറ്റവും അധികം കണ്ണിട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് താജ്മഹൽ, അതുണ്ടാകാൻ പാടില്ല. കുത്തുബ് മീനാർ ഉണ്ടാകാൻ പാടില്ല. ബുർജ് ഖലീഫ, അറേബ്യൻ നാട്ടിലുള്ള ബുർജ് ഖലീഫ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെയാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ണേറ്റിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ നിലക്ക് കണ്ണേറിൽ വിശ്വസിക്കുക എന്നത് രണ്ട് നിലക്ക് ശിർക്കായിത്തീരും. ഒന്ന്, അദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. കണ്ണേറ് അദൃശ്യമായ നിലയിൽ ഷെറ് ചെയ്യുന്ന ഒരു വിശ്വാസമാണ്. അത് അള്ളാഹുവിൻ്റെ കഴിവിൽ പങ്കു ചേർക്കലാണ്. മറ്റൊരു നിലയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സകല ദോഷങ്ങളും സകല നന്മകളും അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കണ്ണേറ് കൊണ്ടല്ല, അത് അവൻ രേഖപ്പെടുത്തി വെച്ച് അവൻ കണക്കാക്കിയതനുസരിച്ച് ഒരാൾക്ക് ജീവിതത്തിൽ നാശം വരാം. പക്ഷേ നമ്മൾ പറയാം അത് സിഹ്റുകൊണ്ടാണ്, കണ്ണേറ് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരുവാനും അന്യ സമുദായങ്ങളുടെ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.